പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മക്കളെ, നിങ്ങൾ എവിടേക്കാ? അമ്മുമ്മേ, ഞങ്ങൾ പുനരൈക്യ വാർഷികത്തിന് പോകുക. അമ്മുമ്മ വരുന്നില്ലേ? എല്ലാ വർഷവും പോകും. ഇപ്പോൾ അമ്മമ്മയ്ക്ക് വയ്യ, അതാ പോകാത്തത്. അമ്മുമ്മേ, ഈ പുനരൈക്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കതറിയില്ലേ? വാ മക്കളെ, അമ്മമ്മ പറഞ്ഞു തരാം. ഒന്ന് പെട്ടെന്ന് വന്നേ, അമ്മുമ്മ കഥ പറഞ്ഞു തരും. പറയാം. നിങ്ങൾക്ക് മാറിവാനൂസ് പിതാവിനെ അറിയാമോ? അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? മാറിവാനൂസ് പിതാവ് തൻ്റെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ക്രിസ്തു മതത്തിൽ ഒരേട് സൃഷ്ടിച്ച വ്യക്തിയാണ്. ആണോ അമ്മുമ്മേ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ ക്രിസ്തുവിലേക്ക് ചേരുവാനും വിവിധങ്ങളായ സഭകളെ സത്യസഭയിലേക്ക് ചേർക്കുവാനും വളരെ മുഖ്യമായ പങ്കുവച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ പുനരൈക്യം എന്ന് പറഞ്ഞാൽ എന്താ അമ്മുമ്മേ? ധന്യൻ മാറിവാനൂസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ മലങ്കര സഭയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും മഹത്തായ സഭയ്ക്ക് സാക്ഷ്യമാണ് പുനരൈക്യം. പുനരൈക്യം നടന്നത് 1930 സെപ്റ്റംബർ 20 അത് സംഭവിച്ചത്. അത് എങ്ങനെയെന്നറിയണ്ടേ? 16-ാം നൂറ്റാണ്ടിൽ നടന്ന അധികാര പ്രശ്നങ്ങളും വിഭാഗീയതയും വിശ്വാസ പ്രതിസന്ധികളും സത്യസഭയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. 1599 നടന്ന ഉദയംപേരൂർ സുനകദോസും 1653 നടന്ന കൂനൻകുരിശ് സത്യവും മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ സൃഷ്ടിച്ച ഭിന്നത സഭാഗാത്രങ്ങൾക്കേറ്റ ആഴമേറിയ മുറിവായിരുന്നു. ഇതുകാരണം സത്യസഭയിൽ നിന്ന് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരുവാനും സത്യസഭയുമായുള്ള ബന്ധം വീണ്ടെടുക്കുവാനും വേണ്ടി പിതാക്കന്മാരും വൈദികരും അൽമായന്മാരും ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ഇതിനുവേണ്ടി ദൈവം നിയോഗിച്ചതാരെയാണ്? മാറിവാനൂസ് പിതാവ്. മാറിവാനൂസ് പിതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണെന്നറിയാമോ? ധന്യൻ ഗീവർഗീസ് മാറിവാനൂസ് മെത്രാപ്പൊലിത്ത. ധന്യൻ ഗീവർഗീസ് മാറിവാനൂസ് മെത്രാപ്പൊലിത്ത. ധന്യൻ മാറിവാനൂസ് പിതാവ് യാക്കോബ് മാർ തെയോഫിലോസ് തിരുമേനി, ഫാദർ ജോൺ കുഴിനമ്പർത്ത് OAC, അലക്സാണ്ടർ ഷമാശൻ, കിളിയിലേത്തി ചാക്കോ എന്നീ 5 പേരിലൂടെ അന്ന് 1930 സെപ്റ്റംബർ 20 ആരംഭിച്ച പുനരൈക്യ പ്രസ്ഥാനം ഇന്ന് 94-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ വർഷത്തെ പുനരൈക്യ വാർഷികം എവിടെ വെച്ചാണ് നിങ്ങൾക്കറിയാമോ? നമ്മുടെ രൂപതയായ പാറശാലയാണ് ഈ വർഷം പുനരൈക്യ വാർഷികത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അതെ അമ്മുമ്മേ, ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണല്ലേ അമ്മുമ്മേ നമ്മുടെ പുനരൈക്യത്തിൻ്റെ ചരിത്രം. ഞങ്ങൾ വണ്ടിയിൽ യാത്ര പോകുന്നതിൻ്റെ സന്തോഷത്തിൽ വന്നതായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ചരിത്രം മനസ്സിലായത്. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ അമ്മുമ്മേ. നിൽക്കു മക്കളെ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ ഉത്സാഹം കണ്ടപ്പോൾ എനിക്കും വരാൻ തോന്നുക. നമുക്കൊരുമിച്ച് പോകാം. വരൂ അമ്മുമ്മേ. പുണ്യസാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാം മാറിവാനിയോ തീർത്ഥയാത്രയിൽ പാത കാട്ടിയ ദൈവദാസനാ മാറിവാനിയോ പാവനമാ കബരിൽ വാഴും പാവനരേ
തെളിവർ